NDA സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി വരികയാണ്. റോഡ് ഷോയായിട്ടാണ് NDA സ്ഥാനാർത്ഥിയുടെ വരവ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ചേരുന്നത്. ശ്രീജിത്ത്, NDA സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം നടക്കാൻ പോകുന്നു. റോഡ് ഷോ വിവരങ്ങൾ. തീർച്ചയായും അല്പസമയം മുൻപാണ് NDA സ്ഥാനാർത്ഥിയുടെ പത്രിക സമർപ്പിക്കാനുള്ള റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. NDAയുടെ ചെയർമാനായ രാജീവ് ചന്ദ്രശേഖർ, അതുകൂടാതെ NDAയുടെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, മുതിർന്ന BJP നേതാവ് PK കൃഷ്ണദാസ് എന്നിവരാണ് ഈ റാലിയിൽ ഒപ്പം ചേർന്നിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ആൾക്കൂട്ടത്തെ BJP സംഘടിപ്പിച്ചിട്ടുണ്ട്. BJPയുടെ പ്രവർത്തകർ, സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇതിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മുദ്രാവാക്യം ഒക്കെ മുഴക്കിയാണ് മോഹൻ ജോർജിന് വോട്ട് തേടിയുള്ള ഈ യാത്ര. ഇത് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് അവസാനിക്കും. എന്തായാലും വലിയ ശുഭാപ്തി വിശ്വാസമാണ് BJP നേതാക്കൾ ഇതിനകം തന്നെ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ചെറിയ പ്രതികരണം കൂടി നമുക്ക് ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള ആളുകൾ ഇവിടെ ചേരുന്നുണ്ട്. വിജയപ്രതീക്ഷയിൽ തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരത്തിൽ നിന്ന് ചതുഷ്കോണ മത്സരത്തിലേക്ക് മണ്ഡലം മാറിയിരിക്കുകയാണ്. വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ഇവിടെ വികസനത്തിന്റെ പെരുമഴ സൃഷ്ടിച്ച, നിലമ്പൂരിന് വികസനത്തിന്റെ കോടാനുകോടികൾ എത്തിച്ച ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ഇവിടുത്തെ ജനത വിധി എഴുതുക എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സ്ഥാനാർത്ഥി വിജയപ്രതീക്ഷയിൽ തന്നെയല്ലേ? വെള്ളപ്പള്ളി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിജയപ്രതീക്ഷ എത്രത്തോളം? ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തും, സംശയമില്ല. ശക്തമായ മുന്നേറ്റം, അത് തന്നെയല്ലേ? ശക്തമായ മുന്നേറ്റം, നല്ല ശക്തമായ മുന്നേറ്റം, 100% വിജയപ്രതീക്ഷ. എവിടെ അവസാനിക്കോ? ഇതിപ്പോ ഇവിടെ ഈ നഗരത്ത് അവസാനിക്കുന്ന ഈ സമയം വരെ അവിടെ നിന്ന് നേരെ കളക്ടറേറ്റിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വാഹനത്തിൽ പോകും. തീർച്ചയായും അതാണ്. ഇത് ഇവിടെ അവസാനിക്കും. ഈ റോഡ് ഷോ അല്പസമയത്തിനകം ഇവിടെ അവസാനിക്കും. അതിനുശേഷം കളക്ടറേറ്റിലേക്ക്, താലൂക്ക് ഓഫീസിലേക്ക് റോഡ് ഷോ കടന്നുപോകില്ല. പ്രവർത്തകരെല്ലാവരും നടന്ന് അങ്ങോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും NDAയുടെ റോഡ് ഷോ കടന്നു വരികയാണ്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥി, UDF-ൽ നിന്ന് അടർത്തി അടുത്തൊരു സ്ഥാനാർത്ഥി, ആ ദിവസം വരെ UDF ആയിരുന്ന VD സതീശന്റെ പരിപാടിയിലടക്കം പങ്കെടുത്തുവെന്ന് പറയപ്പെടുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJPയുടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അഭിഭാഷക വൃത്തിയിൽ വലിയ മുൻപരിചയമുള്ള അദ്ദേഹം കേരള കോൺഗ്രസിന്റെ നേതാവാണ് ആയിരുന്നു. മലയോര മേഖലയിൽ നിന്ന് വലിയ തോതിൽ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ലഭിക്കാൻ മോഹൻ ജോർജിന്റെ കടന്നുവരവ് സാധ്യമാക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിൽ അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും BJPയുടെ റോഡ് ഷോ കടന്നു വരികയാണ്. താലൂക്ക് ഓഫീസ് ലക്ഷ്യമാക്കിക്കൊണ്ട് അല്പസമയത്തിനകം തന്നെ വാഹനത്തിൽ ഇവർ പുറപ്പെടും. ഇവിടെ നിന്ന് ഉന്മേഷ. ശ്രീജിത്ത്, ഇപ്പോൾ ഈ ആദ്യം BDJS മത്സരിക്കുമെന്ന് പറഞ്ഞു, അതിനുശേഷമാണ് BJP സ്ഥാനാർത്ഥി തന്നെ കളത്തിലിറങ്ങും എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും നേരത്തെ കേരള കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നേതാവിനെയാണ് BJP അവിടെ കളത്തിലിറക്കുന്നത്. അതുവഴി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ അവർ ലക്ഷ്യമിടുന്നത് കൂടിയുണ്ട്.